മധ്യപൂർവേഷ്യയിൽ യുദ്ധഭീതി കൂടുതൽ രൂക്ഷമാക്കി ദുബായ്ക്ക് സമീപം വൻ എണ്ണ ടാങ്കറിന് നേരെ ആക്രമണം. ഇറാനാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സൂചന. സംഭവത്തിന് പിന്നാലെ ഇറാനെതിരെ അതിരൂക്ഷമായ മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. കുവൈറ്റ് പതാക വഹിക്കുന്ന അൽ സൽമി എന്ന കൂറ്റൻ എണ്ണ ടാങ്കറാണ് ഡ്രോൺ ആക്രമണത്തിന് ഇരയായത്. ആക്രമണത്തെ തുടർന്ന് ടാങ്കറിൽ വൻ തീപിടുത്തമുണ്ടായെങ്കിലും അധികൃതർ ഇടപെട്ട് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. അപകടത്തിൽ ആളപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏകദേശം 20 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ആക്രമിക്കപ്പെട്ട ടാങ്കറിൽ ഉണ്ടായിരുന്നത്. ഇതിന് $200 ദശലക്ഷം മൂല്യം വരും. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കടലിൽ വൻ എണ്ണ ചോർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംഭവത്തിന് പിന്നാലെ ഇറാനെതിരെ അതിശക്തമായ ഭാഷയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. ഹോർമൂസ് കടലിടുക്ക് ഉടനടി തുറന്നു നൽകിയില്ലെങ്കിൽ ഇറാന്റെ വൈദ്യുതി നിലയങ്ങളും എണ്ണ ശുദ്ധീകരണശാലകളും എണ്ണ കിണറുകളും പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സമാധാന ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ടെങ്കിലും ആവശ്യമെങ്കിൽ സൈനിക നടപടി സ്വീകരിക്കുന്നതിൽ നിന്ന് അമേരിക്ക പിന്നോട്ടാകില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ നടത്തിയ നീക്കങ്ങൾക്ക് പിന്നാലെ കഴിഞ്ഞ 1 മാസമായി മേഖലയിൽ സംഘർഷം പുകയുകയാണ്. ഇതിനിടെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇതോടെ സംഘർഷം മധ്യപൂർവേഷ്യയിലെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ആഗോള വിപണിയിൽ എണ്ണവില വീണ്ടും കുത്തനെ ഉയർന്നു. ഗൾഫ് മേഖലയിൽ നിന്നുള്ള എണ്ണ വിതരണം തടസ്സപ്പെടുമെന്ന ആശങ്കയാണ് വിലവർധനവിന് പ്രധാന കാരണം. ഇതിന്റെ പ്രതിഫലനം എന്നോണം അമേരിക്കയിൽ പെട്രോൾ വില കഴിഞ്ഞ 3 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം മേഖലയിൽ അമേരിക്ക തങ്ങളുടെ സൈനിക സാന്നിധ്യം കൂടുതൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ, അതായത് ഏപ്രിൽ 6 ഒരു സമാധാന കരാർ രൂപപ്പെടുമെന്ന പ്രതീക്ഷ അമേരിക്ക പങ്കുവയ്ക്കുന്നുണ്ടെങ്കിലും സാഹചര്യം അനുദിനം വഷളാകുകയാണ്. മധ്യപൂർവേഷ്യയിലെ ഈ യുദ്ധഭീഷണി ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും എണ്ണ വിപണിക്കും കനത്ത തിരിച്ചടിയാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.